നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞ് റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി. ഡിസംബർ 10 പൗണ്ടിന്റെ മൂല്യം 120 രൂപ കടന്നിരുന്നു. ഇപ്പോൾ 121.26 രൂപയാണ് വിനിമയ നിരക്ക്. US ഡോളറിനെതിരെ രൂപ 90.55ലേക്ക് ഇടിഞ്ഞത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ റെക്കോർഡ് താഴ്ചയാണ്. ഡിസംബർ 16 ഡോളറിന് 91 രൂപ വരെ എത്തിയതായി വിപണി ഡേറ്റ സ്ഥിരീകരിക്കുന്നു. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രൂപയുടെ ഇടിവ് തുടർച്ചയായി തുടരുന്നു. ഇടിവിന് പിന്നിൽ US വ്യാപാര കരാറിലെ കാലതാമസം, ദുർബലമായ മൂലധന ഒഴുക്ക്, വ്യാപാര കമ്മി, ഡോളറിനായുള്ള കോർപ്പറേറ്റ് ഡിമാൻഡ്, 50% ഉയർന്ന US കയറ്റുമതി താരിഫ് എന്നിവ പ്രധാനമാണ്. ഡിസംബർ-ജനുവരിയിൽ വിദേശ നിക്ഷേപകർ പിൻവലിക്കുന്ന പതിവും തകർച്ച വേഗത്തിലാക്കി. 2025 രൂപ 5%-ലധികം ഇടിഞ്ഞിരുന്നു. 31 പ്രധാന കറൻസികളിൽ മൂന്നാമത്തെ മോശം പ്രകടനമാണിത്. ടർക്കിഷ് ലിറ, അർജന്റീന പിസോ തുടങ്ങിയവ മാത്രമാണ് രൂപയേക്കാൾ മോശം. RBI ഇടപെട്ടിട്ടും രൂപ 88.80 മുകളിൽ ദുർബലമായി. ഡോളർ 90 കടന്നതോടെ പിന്തുണ ക്ഷീണിച്ചതായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇത് പ്രവാസികൾക്കും കയറ്റുമതിക്കാർക്കും നല്ലതാണെങ്കിലും വിദ്യാർത്ഥികൾക്കും ഇറക്കുമതിക്കാർക്കും തിരിച്ചടിയാണ്. UK യൂറോപ്പ് പഠന ഫീസിന് കൂടുതൽ രൂപ വേണ്ടിവരും. ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ വരെ ഇടിവ് തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ലണ്ടനിൽ MK മലയാളീസിന്റെ ക്രിസ്മസ് റീൽ സോഷ്യൽ മീഡിയയിൽ തരംഗം. ക്രിസ്മസ് ആഘോഷങ്ങളുടെ നിറപ്പകിട്ടിൽ മുങ്ങിയ ലണ്ടനിൽ മിൽട്ടൺ കീൻസ് മലയാളീസ് പുറത്തിറക്കിയ പുതിയ ക്രിസ്മസ് റീൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പുറത്തിറങ്ങിയ ഉടനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കണ്ടു. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങി എല്ലാ പ്ലാറ്റ്ഫോമുകളിലും തരംഗം ഇത് സൃഷ്ടിക്കുന്നു. മഞ്ഞുവീഴ്ച തെരുവുകളിൽ ചിത്രീകരിച്ച ഈ റീൽ ലണ്ടനിലെ തണുപ്പിനെ മറികടന്ന മലയാളികളെ ക്രിസ്മസ് ചൂടിലേക്ക് കൊണ്ടുപോയതായി ആരാധകർ അഭിപ്രായപ്പെടുന്നു. ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ ക്രിസ്മസ് വീഡിയോകളിൽ ഒന്നായി MK മലയാളീസിന്റെ റീൽ മാറി. പ്രവാസി മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഈ റീൽ സമൂഹ മാധ്യമങ്ങളിൽ അവിഭാജ്യ ഘടകമായി മാറി. മിൽട്ടൺ കീൻസിന്റെ മലയാളി സംഘടനയുടെ സൃഷ്ടി ക്രിസ്മസ് മൂഡ് വർദ്ധിപ്പിക്കുന്നതായി പ്രതികരണങ്ങളുമുണ്ട്. സ്പീഡ് ക്യാമറ പിഴവ്, ആയിരക്കണക്കിന് സ്പീഡിംഗ് ഫൈനുകൾ റദ്ദാക്കാൻ സാധ്യത. ഇംഗ്ലണ്ടിലെ ചില മോട്ടോർവേകളിലും റോഡുകളിലും സ്പീഡ് ക്യാമറകളിലെ സാങ്കേതിക പിഴവ് കാരണം വാഹനമോടിക്കുന്നവർക്ക് തെറ്റായി സ്പീഡിംഗ് ഫൈനുകൾ നൽകിയതായി കണ്ടെത്തി. ഇത് കാരണം ആയിരക്കണക്കിന് വേഗത പിഴവുകൾ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2021 മുതൽ വളരെ ചെറിയ എണ്ണം ഡ്രൈവർമാർക്ക് തെറ്റായ പിഴ ചുമത്തിയിരുന്നുവെന്ന് നാഷണൽ ഹൈവേസ് കമ്പനി വ്യക്തമാക്കി. ചില റോഡുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കാത്തത് ഡ്രൈവർമാർക്ക് വിനയായി. വേഗത പരിധി ലംഘിച്ചാൽ ഏറ്റവും കുറഞ്ഞ പിഴ 100 പൗണ്ടാണ്. അതോടൊപ്പം 3 പെനാൽറ്റി പോയിന്റുകളും ലഭിക്കും. സുരക്ഷയാണ് ഒന്നാം നമ്പർ മുൻഗണന. ഈ റോഡുകളിൽ ഉയർന്ന സുരക്ഷ നിലനിർത്തുന്നതിനും ആരും തെറ്റായി പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനും ഈ സാങ്കേതിക അപാകതയ്ക്ക് ഒരു പരിഹാരം വികസിപ്പിച്ചിട്ടുണ്ടെന്ന് നാഷണൽ ഹൈവേസ് വ്യക്തമാക്കി. 2021 മുതൽ ഏകദേശം 2650 തെറ്റായ ക്യാമറ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞതായി നാഷണൽ ഹൈവേസ് അറിയിച്ചു. ഈ പ്രശ്നം ഇംഗ്ലണ്ടിലെ 10% മോട്ടോർവേകളെയും റോഡുകളെയും ബാധിച്ചിട്ടുണ്ട്. തെറ്റായ പിഴ ചുമത്തിയ ആരെയും പോലീസ് നോട്ടീസ് അയക്കുകയോ പിഴകൾ തിരികെ നൽകുകയോ ലൈസൻസിൽ നിന്ന് പോയിന്റുകൾ നീക്കം ചെയ്യുകയോ ചെയ്യും. കെംപ്റ്റൺ പാർക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ മിന്നൽ റെയ്ഡ്, ഇന്ത്യക്കാരടക്കം 11 പേർ അറസ്റ്റിൽ. UK ഹോം ഓഫീസ് അനധികൃത കുടിയേറ്റക്കാർക്കും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. സറയിലെ പ്രശസ്തമായ കെംപ്റ്റൺ പാർക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഇന്ത്യക്കാരടക്കം 11 പേരെ അറസ്റ്റ് ചെയ്തു. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ടീം, സറേ പോലീസ്, സൗത്ത് ഈസ്റ്റ് റീജിയണൽ ഓർഗനൈസ്ഡ് ക്രൈം യൂണിറ്റ് എന്നിവർ സംയുക്തമായാണ് ഈ റെയ്ഡ് നടത്തിയത്. മാർക്കറ്റിനുള്ളിൽ നിന്ന് 9 പേരെയും സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്ന് 2 പേരെയും ഉദ്യോഗസ്ഥർ പിടികൂടി. പിടിയിലായവരിൽ ഭൂരിഭാഗവും ഇന്ത്യ, ഇറാഖ്, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരിൽ 5 പേരെ നാടുകടത്തൽ നടപടികൾക്കായി ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള 6 പേർക്ക് കർശനമായ ഉപാധികളോടെ ഇമിഗ്രേഷൻ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് രാജ്യത്ത് ഒളിച്ചു നിൽക്കാൻ ഒരിടവും ഉണ്ടാകില്ല എന്ന് ഹോം ഓഫീസ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ സാം മൽഹോത്ര മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ UKയിൽ ഇമിഗ്രേഷൻ റെയ്ഡുകളുടെ എണ്ണം റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയിരുന്നു. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 11,000 റെയ്ഡുകൾ നടത്തി. ഇതിലൂടെ 8,000-ലധികം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു.
നിലവിലെ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഏകദേശം 50,000-ഓളം പേരെ യുകെയിൽ നിന്ന് നാടുകടത്തിയിട്ടുണ്ട്. അനധികൃതമായി ജോലി ചെയ്യുന്നവർ മാത്രമല്ല, അവരെ നിയമവിരുദ്ധമായി ജോലിക്കെടുത്ത് ചൂഷണം ചെയ്യുന്ന ക്രിമിനൽ സംഘങ്ങളും കർശന നിരീക്ഷണത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു. ക്രിസ്മസ് തിരക്ക് കണക്കിലെടുത്ത് വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാന റെയ്ഡുകൾ തുടരും. യൂണിവേഴ്സിറ്റി കോഴ്സുകളിൽ കോൾഡ് സ്പോട്ടുകൾ. ഭാഷാ വിഭാഗങ്ങൾ അപ്രത്യക്ഷമാകുന്നു. യുകെയിലെ ചില യൂണിവേഴ്സിറ്റി കോഴ്സുകളിൽ പ്രവേശനത്തിൽ വലിയ കുറവുണ്ടാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസി പുറത്തുവിട്ട പുതിയ ഡേറ്റാ വിശകലനം അനുസരിച്ച് ഫ്രഞ്ച്, ജർമ്മൻ തുടങ്ങിയ ഭാഷാ കോഴ്സുകൾക്ക് ചില പ്രദേശങ്ങളിൽ വിദ്യാർത്ഥി പ്രവേശനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 2012-13 അക്കാദമിക് വർഷത്തിൽ 9,700 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ഫ്രഞ്ച് സ്റ്റഡീസ് കോഴ്സുകളിൽ 2023-24 ആയപ്പോഴേക്കും ഇത് 3,700 കുറഞ്ഞു. ഭാഷയും പ്രദേശ പഠനവും 1,25,900 നിന്ന് 80,100 കുറഞ്ഞു. ജർമ്മൻ, സ്കാൻഡിനേവിയൻ കോഴ്സുകളിലും സമാനമായ കുറവുണ്ടായി. 3,900 നിന്ന് 1,400. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 2012-13 1,800 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ഈ മേഖലയിൽ 2023-24 ആയപ്പോഴേക്കും അത് 9,100 ഉയർന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് കുറഞ്ഞ വിദ്യാർത്ഥി പ്രവേശനമുള്ള കോഴ്സുകൾ പല യൂണിവേഴ്സിറ്റികളും നിർത്തലാക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്തിട്ടുണ്ട്. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി മോഡേൺ ഭാഷകളും സംഗീതവും ഉൾപ്പെടെയുള്ള കോഴ്സുകൾ 2026 ശേഷം നിർത്താൻ തീരുമാനിച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഈ കോഴ്സുകൾ അസാധ്യമാണെന്ന് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയെങ്കിലും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഈ നടപടികൾ ഭാഷാ പഠനത്തോടുള്ള വിദ്യാർത്ഥികളുടെ താൽപ്പര്യം കുറയുന്നതിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. മാർക്ക് ആൻഡ് സ്പെൻസർ ജീവനക്കാർക്ക് കാർബൺ മോണോക്സൈഡ് വിഷബാധ. 11 പേർ ആശുപത്രിയിൽ. സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ ചാൾട്ടണിലെ മാർക്സ് ആൻഡ് സ്പെൻസർ സ്റ്റോറിന് പുറത്ത് 11 പേർക്ക് സംശയിക്കപ്പെടുന്ന കാർബൺ മോണോക്സൈഡ് വിഷബാധ. ജീവനക്കാർ മാത്രമാണ് ബാധിതർ. ഉപഭോക്താക്കൾക്ക് പ്രശ്നമില്ല. ജീവനക്കാർക്ക് സൈറ്റിൽ തന്നെ ചികിത്സ നൽകി ഡിസ്ചാർജ് ചെയ്തു. ഗല്ലിയൻസ് റോഡിലെ സംഭവം രാവിലെ 9:30 നടന്നത്. ലണ്ടൻ ആംബുലൻസ് സർവീസ്, പാരാമെഡിക്സ്, ഇൻസിഡൻസ് റെസ്പോൺസ് ഓഫീസർമാർ, ഹസാർഡസ് ഏരിയ റെസ്പോൺസ് ടീം എന്നിവർ ലണ്ടൻ ഫയർ ബ്രിഗേഡിന്റെ 2 എഞ്ചിനുകളും സഹായിച്ചു. 6 ജീവനക്കാർ ആശുപത്രിയിലാണ്. കൂടുതൽ പരിശോധനകൾ ജീവന് ഭീഷണിയില്ലെന്നും കൗൺസിലർ ഡേവിഡ് ഗാർണർ പറഞ്ഞു. കാർബൺ മോണോക്സൈഡ് വിഷബാധ ശ്വാസകോശത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിഷം തലകറക്കം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാക്കും. സ്റ്റോർ പ്രദേശത്തെ വായു ഗുണനിലവാരം പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. സമാന സംഭവങ്ങൾ തടയാൻ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടറുകൾ നിർബന്ധമാക്കി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.